വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഭയങ്കര ലോ ഫീലിംഗ് ആയിരുന്നു. ഒന്നും ചെയ്യാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. ഉച്ചയായപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്കൊരു ഫിലിമിന് പോവാം. ഇച്ചാന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഇരുന്ന് പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഉന്തിത്തള്ളി നമ്മൾ ഫിലിമിന് പോകാമെന്ന് പറഞ്ഞ് റെഡിയായി ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 2:50 ഞാൻ കാണിച്ചില്ലായിരുന്നു. 2:50 കഴിഞ്ഞിട്ടുണ്ട്. 3 മണിക്കാണ് 3:05 ഷോ. അപ്പം നെക്സ്റ്റ് ഷോ നോക്കുമ്പോൾ 3:30 ആയിരുന്നു. 3:30 നമ്മൾ പോയി കഴിഞ്ഞാൽ 6 മണിയാകുമ്പോൾ നിച്ചുവിനെ ഡേ കെയറിൽ നിന്ന് എടുക്കാൻ നമ്മൾ തിരിച്ചെത്തില്ല. സോ നമ്മൾ 3:05 ഷോ തന്നെ ബുക്ക് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് മതി അവിടെ എത്താൻ. പിന്നെ ട്രാഫിക് ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ലേറ്റ് ആവും. ഒരു 3 മണി ആ ടൈം ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ട്രാഫിക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ പറ്റാവുന്നതിന്റെ മാക്സിമം സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ചധികം ചെന്നപ്പോഴത്തേനും വലിയൊരു ട്രാഫിക് കണ്ടില്ല, എന്നാലും ഉണ്ടായിരുന്നു. പക്ഷെ മൂവിംഗ് ആയിരുന്നു. ഈ കാണുന്നത് ഡ്രാഗൺ മാർട്ട് 1 ആണ്. നമ്മൾ ഡ്രാഗൺ മാർട്ട് 2-ലാണ് ഷോ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയാലാണ് ഡ്രാഗൺ മാർട്ട് 2 എത്തുക. അപ്പോൾ ഈ കാണുന്നതാണ് ഡ്രാഗൺ മാർട്ട് 2. ഇനി അതിന്റെ ബാക്കിലാണ് പാർക്കിംഗ് വരുന്നത്. പാർക്കിങ്ങിൽ ചെന്ന് നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ ചെന്നിട്ട് പാർക്ക് ചെയ്യണം. സെക്കൻഡ് ഫ്ലോറിലാണ് തിയേറ്റർ വരുന്നത്. സോ നമുക്ക് പെട്ടെന്ന് പോവാം. ഇനി 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ 3:05 ആവാൻ. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയിട്ടോ. ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നേ ഉള്ളൂ. അങ്ങനെ ചെന്ന് സെറ്റിലായപ്പോഴത്തേനും ഫിലിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി മൂവി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് സീനൊക്കെ കുറച്ചധികം ഇമോഷണൽ ആയിപ്പോയി കേട്ടോ. ഞാൻ കരഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. എനിക്ക് മോസ്റ്റ് ഓഫ് ദ എല്ലാ ഇമോഷണൽ സീൻസും ഭയങ്കരമായിട്ട് ടച്ച് ആവും. അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇനി നേരെ പോകണം, നിച്ചുവിനെ പോയി പിക്ക് ചെയ്യണം. 5:30 ആവാറായിട്ടുണ്ട്. 6 മണി വരെയാണ് ഇന്ന് സാറ്റർഡേ നിച്ചുവിന് ഡേ കെയർ ഉള്ളത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള ഈ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആയിരുന്നു. ഒരു നല്ല സൺ കിസ്ഡ് ആയിട്ടുള്ള ഒരു ഈവനിങ് അവർ ആയിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് വീഡിയോ എന്തായാലും എടുത്തത്. Yes. അങ്ങനെ നിച്ചുവിനെ പിക്ക് ചെയ്തു. ആൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ പറഞ്ഞത് ആൾക്ക് കളിക്കാൻ പോകണം, മാജിക് പ്ലാനറ്റിൽ പോകണം എന്നാണ് പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്. പക്ഷെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. ഇന്ന് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് സ്വിം ചെയ്താൽ മതിയോ എന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ അമ്പിനും വെലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആൾ ജയിച്ചു. നമുക്കപ്പോൾ ഏതെങ്കിലും പ്ലേ സ്റ്റേഷനിൽ പോയിട്ട് കളിക്കാന്നുള്ള രീതിക്ക് വന്നു. അതിൻ്റെ സന്തോഷമാണ് കേട്ടോ ആളുടെ മുഖത്ത് കാണുന്നത്. അപ്പോൾ നമ്മളിനി നേരെ അടുത്ത് പ്ലേ സ്റ്റേഷനിൽ പോവുകയാണ്. എങ്ങോട്ടാണ് പോകണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. എവിടെ പോകണമെങ്കിലും സോക്സ് വേണം. നിച്ചു ക്രോക്സ് ആയിട്ടിരുന്നേ. സോ സോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ റൂമിൽ പോവാണ്. അങ്ങനെ സോക്സ് ഒക്കെ എടുത്ത് തിരിച്ചു വന്ന് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഏതെങ്കിലും ഒരു പ്ലേ ഏരിയയിലേക്കാണ് പോകുന്നത്. എവിടെയാണ് പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ പോകുന്നതിന് മുന്നേ കോഫിയോ ടീയോ എന്തെങ്കിലും കുടിച്ചിട്ടൊക്കെ പോകാമെന്ന് കരുതി.
വന്നിരിക്കുന്നത് മിർഡിഫിനടുത്തുള്ള സ്പോർട്സ് സൊസൈറ്റിയിലാണ് കേട്ടോ. നമ്മൾ കുറേ നാളായിട്ട് ഇവിടെ വരണം എന്നിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അങ്ങനെ നിച്ചുവിന് വന്ന് കയറിയപ്പോൾ ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ എക്സ്പ്രഷനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആൾക്ക് എസ്കലേറ്ററിൽ കയറുന്നതാണ് ഭയങ്കര ഇഷ്ടം, ലിഫ്റ്റ് അത്ര താല്പര്യമില്ല. സോ എസ്കലേറ്ററിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. സോ ആയിക്കോട്ടെ, നമ്മളും എസ്കലേറ്ററിൽ തന്നെ പോയി. പക്ഷെ അങ്ങോട്ട് കയറും തോറും ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു എന്താണാവോ ഇത്ര തണുപ്പ് എന്ന്. കയറി മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ റീസൺ മനസ്സിലായത്. ഞാൻ സെർച്ച് ചെയ്ത് വെച്ചിട്ട് അവിടെ പ്രത്യേകിച്ച് ഷോപ്പിങ്ങിനും കാര്യങ്ങളോ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ എന്തായാലും എനിക്ക് ബോറിംഗ് ആവാനാണ് സാധ്യത. നേരത്തെ ഞാൻ പറഞ്ഞ തണുപ്പില്ലേ, അത് ഈ ഒരു സംഭവത്തിൻ്റെ ആണ് കേട്ടോ. ഇവിടെ ഐസ് സ്കേറ്റിംഗ് പരിപാടിയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത്. അതിൻ്റെ അടുത്തേക്കേ പോകാൻ പറ്റില്ല. പിന്നെ എനിക്ക് ചെറിയൊരു പനിക്കോളും കോൾഡും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു സിക്ക് ഫീലിംഗ് ആയിരുന്നു. ആ തണുപ്പും കൂടി അടിച്ചിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല, നടന്ന് പോണ വഴി കണ്ടതേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്യം കിഡ്സ് പ്ലേ ഏരിയ ആണ്. അപ്പോൾ അത് തപ്പി ഇങ്ങനെ നടക്കുമായിരുന്നു. നിശ്ചി ഇത് കണ്ടപ്പം ഇവിടെ കയറണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കിഡ്സ് പ്ലേ ഏരിയ പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഒരു അതങ്ങ് ഡൈവേർട്ടായി. നേരെ കിഡ്സ് പ്ലേ ഏരിയ തപ്പി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആരോട് ചോദിച്ചപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിൻ്റെ ആ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമാണ് കേട്ടോ കാണുന്നത്. ഇവിടുത്തെ പ്ലേ ഏരിയ അത്യാവശ്യം വലുതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. നമ്മൾ ഇതുവരെ പോയ പ്ലേ ഏരിയയെക്കാളും ഭയങ്കര വലുതായിട്ട് ഫീൽ ചെയ്തു. വലുത് മീൻസ് പ്ലേ സ്റ്റേഷനില്ലേ, പ്ലേ പെൻ, അത് ഭയങ്കര വലുതായിട്ട് ഫീൽ ചെയ്തു. ബാക്കി വേറെ റൈഡും കാര്യങ്ങളൊന്നുമില്ല. അതൊരു ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര വലുതായിട്ട് കുറേ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഏരിയ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അവിടുത്തെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളവിടെ ഒറ്റ സിംഗിൾ ഡേ പാസ്സാണ് എടുത്തത്. കാരണം ഒരു തവണ വന്നിട്ട് പോകുന്നുള്ളല്ലോ. നമുക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഡേ ഫുള്ള് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുക, അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മൾ അകത്തേക്ക് കയറി സോക്സ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ ഉടനെ പിന്നെ നിച്ചുവിനെ കണ്ടിട്ടില്ല കേട്ടോ. നിച്ചു ഒരു ഒറ്റ പോക്കായിരുന്നു. പിന്നെ ആ പെന്നിനകത്തേക്ക് ഇച്ചായ മാത്രമേ കയറിയുള്ളൂ. ഞാൻ കയറിയില്ല കേട്ടോ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഒറ്റയുടെ ആയതുകൊണ്ടാണോ അതല്ലേ എപ്പോഴും ഇങ്ങനെയാണോ എന്നറിയില്ല. ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ബർത്ത്ഡേ പാർട്ടി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു 15 മിനിറ്റ്സ് ഈ ഒരു ബബിൾ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ബബിൾ ഷോ, പിന്നെ കുറച്ച് നേരം മറ്റേ ബേബി സോങ്സ് ഒക്കെ വെച്ച് കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നു. അവിടെയും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല കേട്ടോ. മേളിലിരുന്നും നമുക്ക് ഈ ഒരു സ്കേറ്റിംഗ് കാണാനേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കാൻ കുറേ സ്ഥലം ഉണ്ടായിരുന്നു. നല്ലോണം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോറടിക്കാതെ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് ഞാൻ സ്കേറ്റിംഗ് കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് നല്ലപോലെ തണുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഒരൊറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല സെക്കൻഡ് ഫ്ലോറിൽ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ഏകാന്തമായിട്ട് അവിടെ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് നേരം ഞാൻ സ്കേറ്റിംഗ് കണ്ടു, പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു, പിന്നെ ഞാൻ ടാബ്ലറ്റ് കഴിച്ചു കൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തണുത്തപ്പോൾ ഞാൻ താഴെ ഒരു ഹെൽത്തിൻ്റെ കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കോഫി ഷോപ്പിൽ വന്നിട്ടൊരു കോഫി പറഞ്ഞു കേട്ടോ. ടൈമൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു എനിക്ക് ആകെ ടയേർഡായിട്ട് ഭയങ്കര ഒരു ഫീവറിഷ് ഫീലായിരുന്നു. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ കോഫി പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നിച്ചു പ്ലേ കഴിഞ്ഞ് വന്നു കേട്ടോ. ഇവിടുന്ന് വരാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഇച്ചായൻ ഒരു കിൻഡർ ജോയ് ഒക്കെ കാണിച്ച് അവനെ സന്തോഷിപ്പിച്ച് കൊണ്ടുവന്നാണ് കേട്ടോ. അങ്ങനെ വന്നിരുന്ന് കിൻഡർ ജോയ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കോഫി വന്നു. ആക്ച്വലി കോഫി റേറ്റൊക്കെ സെയിം ആണ്, പക്ഷെ കോഫിയുടെ സൈസ് ഭയങ്കര ചെറുതാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒട്ടും അഫോർഡബിൾ ആയിട്ട് തോന്നിയിരുന്നില്ല. പക്ഷേ ഒട്ടും വയ്യാത്തത് കൊണ്ട് ഞാൻ വാങ്ങിച്ചത്. പിന്നെ നിച്ചു എന്തോ ചിപ്സ്, പ്രോട്ടീൻ ചിപ്സോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ തൊട്ടടുത്തുള്ള വിവയിൽ കയറി വീട്ടിലോട്ട് വേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ വിവേന്ന് വാങ്ങിക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഈ പ്രോട്ടീൻ ബാർ കണ്ടപ്പോൾ പിന്നെ അതും കൂടി എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തിറങ്ങി കുറച്ച് നേരം കൂടെ നിച്ചുവിൻ്റെ കൂടെ അവിടെ സ്കേറ്റിംഗ് കണ്ടിരുന്നിട്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളിതാ പാർക്കിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. കാർ എടുത്തിന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ചെന്നിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി,
അത്രയ്ക്ക് ഞാൻ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ്സിൽ റോഡിലുണ്ടാകുന്ന ട്രാഫിക്കിന്റെ ഒരു വ്യൂവും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും അങ്ങനെ അനുഭവിക്കാൻ അത്ര ഭംഗിയൊന്നുമില്ല. അപ്പൊ അത്രേ ഉള്ളൂ. ഈ ഒരു വ്ലോഗ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.